YouTube channel വെള്ളം നിറയുമ്പോൾ മോട്ടറിൻ്റെ അകത്തുനിന്ന് വെള്ളം വീഴാണ്ടിരിക്കാൻ വെള്ളം നിറയുമ്പോൾ നമുക്ക് ഒരു കീനടിക്കുന്ന ഒരു മോട്ടറിൻ്റെ ഒരു സാധനമാണ് നമ്മൾ ഉണ്ടാക്കാൻ. നമുക്ക് നേരെ വീഡിയോയിലിട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നമുക്ക് ട്യൂഷൻ ആ സമയം ബൈ ബൈ. അപ്പോൾ ഗായ്സ്, ഈ ഒരു അലാറം ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കണ്ടെയ്നറാണ്. അതിനുശേഷം ഇതിനകത്ത് നമുക്ക് മാർക്കിങ്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിവിടെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. സ്വിച്ച് വെക്കാനുള്ള ഒരു പോർട്ട്, പിന്നെ അതേപോലെ നമ്മുടെ LED ലൈറ്റ് വെക്കാനുള്ള പോർട്ട്, പിന്നെ അതേപോലെ നമ്മുടെ കണക്ടർ കണക്ട് ചെയ്യാനുള്ള പോർട്ട് ഒക്കെ നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കമ്പോണൻസ് എന്തൊക്കെ വേണം എന്നുള്ളത് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റിൽ ലിങ്ക് കൊടുക്കാം. അപ്പോൾ അവിടെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരികെ ഏതൊക്കെ കമ്പോണൻസാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തെടുത്ത് നമുക്ക് ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ പ്രിസിഷൻ നൈഫ് ഉപയോഗിച്ചിട്ട് ഓരോന്നും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. LED വെക്കാനുള്ള കട്ടിങ്സ്, അതേപോലെ ബസർ വെക്കാനുള്ളത്, കണക്ടർ വെക്കാനുള്ളതൊക്കെ നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമ്മളിവിടെ BC 547B എന്ന് പറയുന്ന ഒരു ട്രാൻസിസ്റ്റർ എടുത്തിട്ടുണ്ട്. 3 ലെഗാണ് ട്രാൻസിസ്റ്റർ ഉണ്ടാകുക. CBE എന്നാണെന്ന് പറയാം. നമുക്കിവിടെ 1, 2, 3 എന്ന് പറയാം. അപ്പോൾ ഇതിനകത്ത് ലെഗ് 1-ൽ നമുക്ക് ഒരു 330 ഓമിൻ്റെ റെസിസ്റ്റർ കണക്ട് ചെയ്തെടുക്കണം. ഇതേപോലെ 4 ട്രാൻസിസ്റ്ററിനകത്ത് 4 റെസിസ്റ്റർ നമുക്ക് കണക്ട് ചെയ്തെടുക്കണം. അപ്പം നമുക്ക് റെസിസ്റ്റർ സോൾഡർ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളിവിടെ 4 ട്രാൻസിസ്റ്ററിൽ 4 റെസിസ്റ്റർ സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ട്രാൻസിസ്റ്റർ ആ ബോക്സിനകത്തേക്ക് ഒട്ടിച്ചെടുക്കണം. ഈ LED കാലിനകത്ത് നമുക്കൊരു റെസിസ്റ്റർ കണക്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് റെസിസ്റ്ററിൻ്റെ ഭാഗം LED സൈഡിലേക്ക് വരുന്ന രീതിയിൽ നമുക്ക് ഈ 4 ട്രാൻസിസ്റ്ററും നമ്മുടെ ഈ ബോക്സിനകത്തേക്ക് ഒട്ടിച്ചെടുക്കണം. ട്രാൻസിസ്റ്റർ നമ്മൾ ഒട്ടിച്ചെടുത്തു. ഇനി നമുക്ക് LED കണക്ട് ചെയ്യാം. LED നെഗറ്റീവ് പിൻ, അതായത് LED ചെറിയ ലെഗാണ് നമുക്ക് റെസിസ്റ്ററിൽ കണക്ട് ചെയ്യേണ്ടത്. അപ്പം ആ രീതിയിൽ നമുക്ക് LED അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ 4 LED നമ്മൾ ബോക്സിനകത്ത് കണക്ട് ചെയ്തു. അതായത് LED നെഗറ്റീവ് പിന്നെ നമ്മുടെ റെസിസ്റ്ററിൽ കണക്ട് ചെയ്യണം. അപ്പോൾ ആ രീതിയിൽ നമ്മൾ വെച്ചിട്ട് നമുക്കൊന്ന് സോൾഡർ ചെയ്തെടുക്കാം. നമ്മുടെ LED നമ്മൾ സോൾഡർ ചെയ്തു. ഇനി നമുക്ക് ബസറാണ് കണക്ട് ചെയ്യാനുള്ളത്. ആദ്യം ബസർ നമുക്ക് ഹോട്ട് ഗ്ലൂ ഉപയോഗിച്ചിട്ട് അവിടെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് LED-യുടെയും ബസറിൻ്റെയും ഒക്കെ പോസിറ്റീവ് പിന്ന് ഒരുമിച്ച് കണക്ട് ചെയ്യാനുള്ളതാണ്. അപ്പം നമുക്ക് LED-യുടെ പോസിറ്റീവ് പിൻസും അതേപോലെ ബസറിൻ്റെ പോസിറ്റീവ് പിന്നും തമ്മിൽ കണക്ട് ചെയ്തിട്ട് സോൾഡർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ പോസിറ്റീവ് പിൻസൊക്കെ നമ്മൾ തമ്മിൽ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബസറിൻ്റെ നെഗറ്റീവ് പിന്നെ നമ്മുടെ 100% നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ട്രാൻസിസ്റ്ററിലേക്ക് കൊടുക്കണം. അപ്പോൾ അതായത് നമ്മൾ LED കൊടുത്തിരിക്കുന്നത് റെസിസ്റ്ററിൻ്റെ സൈഡിലായിട്ടാണ്. നമുക്കിപ്പോൾ റെസിസ്റ്ററിന് മുന്നെയാണ് ബസർ, അതായത് 9 വോൾട്ടിൻ്റെ ബസറാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് റെസിസ്റ്ററിന് മുന്നേ ആയിട്ട് ട്രാൻസിസ്റ്ററിൻ്റെ ലെഗിൽ തന്നെ നമുക്ക് ആ 9 വോൾട്ടിൻ്റെ ബസർ ഒന്ന് കണക്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ട്രാൻസിസ്റ്ററിൻ്റെ 3-ാമത്തെ പിന്ന്, അത് നെഗറ്റീവ് കണക്ഷനാണ് അതിലേക്ക് കൊടുക്കേണ്ടത്.
അത് തമ്മിൽ കണക്ട് ചെയ്യണം, 4 ട്രാൻസിസ്റ്ററും തമ്മിൽ കണക്ട് ചെയ്യണം. അപ്പം നമ്മളിവിടെ ചെറിയൊരു കോപ്പർ വയറിൻ്റെ കഷ്ണം എടുത്തിട്ടുണ്ട്. ആ ഒരു കോപ്പർ വയർ ഉപയോഗിച്ചിട്ട് നമുക്ക് ആ 4 പിന്നും തമ്മിൽ കണക്ട് ചെയ്ത് കൊടുക്കാം. കാണാൻ പറ്റുന്നുണ്ടാവും നമ്മുടെ ട്രാൻസിസ്റ്ററിൻ്റെ മൂന്നാമത്തെ പിന്ന്, നമ്മൾ 4 മൂന്നാമത്തെ പിന്നും ഒരേപോലെ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ ഒരു സ്വിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. സ്വിച്ചിൻ്റെ അകത്ത് ഒരു പിന്നിനകത്ത് നമ്മൾ ബാറ്ററി കണക്ടറിൻ്റെ പോസിറ്റീവ് കൊടുത്തു. അതേപോലെ സ്വിച്ചിൽ നിന്ന് വരുന്ന മറ്റേ വയർ, രണ്ടാമത്തെ വയർ നമ്മൾ നേരത്തെ റെഡിയാക്കിയ സർക്യൂട്ടിൻ്റെ പോസിറ്റീവ്, അതായത് LED-യുടെയും ബസറിൻ്റെയും പോസിറ്റീവ് പിന്നിൽ നമ്മൾ സോൾഡർ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അതേപോലെ നെഗറ്റീവ് വയർ നമ്മൾ നേരത്തെ 4 ട്രാൻസിസ്റ്ററിൻ്റെ 4 ലെഗും നെഗറ്റീവ് സൈഡ് കണക്ട് ചെയ്തില്ല, അവിടെ നമ്മൾ സോൾഡർ ചെയ്ത് കൊടുത്തു. ബ്ലാക്ക് വയർ നമ്മൾ ട്രാൻസിസ്റ്ററിൻ്റെ മൂന്നാമത്തെ പിന്നിലും, റെഡ് വയർ നമ്മുടെ LED-യുടെ അതേപോലെ ബസറിൻ്റെ പോസിറ്റീവ് പിന്നിലുമാണ് കണക്ട് ചെയ്തത്. അപ്പോൾ സർക്യൂട്ട് ഡയഗ്രാം ഞാനിവിടെ കൊടുക്കാം, നിങ്ങളത് ഫോളോ ചെയ്താൽ മതി. ഇനി നമുക്ക് നമ്മുടെ കണക്ടർ കണക്ട് ചെയ്യണം. നമ്മുടെ ടാങ്കിലേക്ക് പോകുന്ന വയറാണ് ഇത് കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം അതായത് നമ്മുടെ 4 ട്രാൻസിസ്റ്ററിൻ്റെ രണ്ടാമത്തെ പിന്ന്, നടുക്കുള്ള പിന്ന്. ഇപ്പം ഓരോ പിന്നിലും നമ്മൾ ഓരോ വയർ വീതം സോൾഡർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഓരോ പിന്നിലും നമുക്ക് ഓരോ കളർ വയർ സോൾഡർ ചെയ്തെടുക്കാം ട്രാൻസിസ്റ്ററിൻ്റെ നടുക്കത്തെ പിന്നിൽ. അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. നമ്മളിപ്പം 4 വയർ സോൾഡർ ചെയ്തെടുത്തു. അതിനകത്ത് മഞ്ഞ വയർ കാണുന്നത് 25, അതായത് നമ്മുടെ ടാങ്കിൽ വെള്ളം 25% ആണെങ്കിൽ ഈ മഞ്ഞ വയർ, പിന്നെ അതേപോലെ 50% ആ പച്ച വയർ, പിന്നെ അതേപോലെ 75% ആ നീല വയർ, പിന്നെ അതേപോലെ 100% ഉണ്ടെങ്കിൽ ആ വയലറ്റ് വയർ. അപ്പം ഇനി നമുക്ക് നമ്മുടെ കണക്ടർ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഒരു ആംപ്ലിഫയറിൻ്റെ കണക്ടറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ കണക്ടർ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കണക്ടർ നമ്മൾ കണക്ട് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഇതൊന്ന് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് നമ്മുടെ ഈ ബോഡിക്കകത്ത് ഒട്ടിച്ചു കൊടുക്കണം. അതേപോലെ നമ്മുടെ സ്വിച്ചും നമുക്കൊന്ന് ഗ്ലൂ ഗണ്ണ് ഉപയോഗിച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഒരു കണക്ഷനും കൂടി ആവശ്യമുണ്ട് ടാങ്കിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ എടുക്കേണ്ടത് പോസിറ്റീവിൽ നിന്നാണ്, അതായത് ബാറ്ററിയുടെ പോസിറ്റീവ് പാർട്ടിൽ നിന്ന് നമുക്ക് ഒരു വയർ കൂടെ സോൾഡർ ചെയ്തെടുക്കാം. അതിന് നമുക്ക് VCC-എന്നോ അല്ലെങ്കിൽ 0%-എന്നൊക്കെ മാർക്ക് ചെയ്യാം. അപ്പം ആ ഒരു വയറും കൂടി നമുക്കൊന്ന് സോൾഡർ ചെയ്തെടുക്കാം. നമ്മൾ കാണാൻ പറ്റുന്നുണ്ടാവും നമ്മുടെ സർക്യൂട്ട് ഏകദേശം കംപ്ലീറ്റ് ആയി. അപ്പം ആദ്യം 25%, പിന്നെ 50%, പിന്നെ ഉള്ളത് 75%, പിന്നെ 100%. നമ്മുടെ ടാങ്കിലെ വെള്ളത്തിൻ്റെ ലെവൽ അനുസരിച്ചിട്ട് കണക്ട് ചെയ്തതാണത്. പിന്നെ മുകളിൽ കാണാൻ നമ്മൾ എടുത്തിരിക്കുന്നത് VCC അല്ലെങ്കിൽ നമുക്ക് 0% എന്നൊക്കെ മാർക്ക് ചെയ്യാം. അപ്പം നമ്മളിവിടെ പോസിറ്റീവ് എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ ഈ സർക്യൂട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിന് വേണ്ടി നമ്മളൊരു കപ്പിനകത്ത് വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ നമ്മൾ ഒരു 9 വോൾട്ട് ബാറ്ററി,
കണക്ട് ചെയ്തിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. നമുക്ക് ആദ്യം നമ്മൾ മാർക്ക് ചെയ്ത VCCയുടെ വയർ നമുക്ക് ഓൾറെഡി അതിനകത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വയർ 25% കണക്ട് ചെയ്തിട്ട് നമ്മുടെ സർക്യൂട്ട് ഓൺ ചെയ്തു. ഇനി ആ വയർ നമുക്കൊന്ന് വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നമ്മൾ 25% അവിടുത്തെ LED ലൈറ്റ് കത്തുന്നുണ്ട്. ഇനി നമുക്ക് അത് നേരെ 50% ആ ഒരു പോർട്ടിലോട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് അതുകൊണ്ട് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്കപ്പം ഇനി ആ വയർ വെള്ളത്തിലോട്ട് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇപ്പം നമ്മുടെ 50% ലൈറ്റ് ഇവിടെ തെളിയുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ 75% പോർട്ടിലോട്ട് നമ്മുടെ വയറൊന്ന് കണക്ട് ചെയ്തിട്ട് നമുക്കൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ 75% നമ്മൾ കണക്ട് ചെയ്തു. ഇത് ഡിപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവും 75% LED വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ 100%-നകത്ത് കണക്ട് ചെയ്തിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനകത്ത് നമ്മൾ ബസറും കൂടി കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളത് കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും LED അതേപോലെ തന്നെ ബസറും ഇവിടെ ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടാങ്കിൻ്റെ അളവിനനുസരിച്ച് നമ്മളൊരു PVC പൈപ്പ് മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിനകത്ത് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് 25%, 50%. അത് നമ്മൾ അതിനകത്ത് ആ മാർക്ക് ചെയ്തെടുത്തൊക്കെ നമ്മൾ ഓരോ സ്ക്രൂ കണക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അതാണ് ഫസ്റ്റ് നമ്മുടെ VCC കണക്ട് ചെയ്യാനുള്ളത്, അതായത് ആ പോസിറ്റീവ് കണക്ട് ചെയ്യാനുള്ള മാർക്കിംഗ് ആണ് ഏറ്റവും താഴെ, അത് ടാങ്കിൻ്റെ ഏറ്റവും താഴെ പോകുന്ന അവിടെ കണക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ 25% കണക്ടറിൽ നിന്ന് വരുന്ന വയർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു സ്ക്രൂ കൊടുത്തിട്ടുണ്ട്. പിന്നെ 50% ഒരു സ്ക്രൂ കൊടുത്തിട്ടുണ്ട്, 75% ഒരു സ്ക്രൂ കൊടുത്തിട്ടുണ്ട്, പിന്നെ 100% ഒരു സ്ക്രൂ കൊടുത്തു. നമ്മൾ ഈ ടാങ്കിൽ നിന്ന് ഈ ഒരു കണക്ഷൻ നമ്മുടെ ഈ സർക്യൂട്ട് ബോർഡിലേക്ക് എടുക്കാൻ പോകുന്നത് നമ്മൾ ഈ ഒരു കേബിൾ ഉപയോഗിച്ചിട്ടാണ്. ട്വിസ്റ്റഡ് പെയർ കേബിൾ എന്നാണ് പറയുക. ഇപ്പോൾ ഇതിനകത്ത് തന്നെ 4 പെയർ വയർ വരുന്നുണ്ട്. ഈ കേബിൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ടാങ്കിൽ നിന്ന് താഴത്തേക്ക് കണക്ഷൻ എടുക്കാൻ പോകുന്നത്. അപ്പം പോരാതെ തന്നെ നമ്മൾ ഇവിടെ ഒരു കണക്ടർ കൂടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഈ സ്ക്രൂവിൽ നിന്നുള്ള വയർ നമുക്ക് മുകളിലേക്ക് കണക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് കണക്ഷൻ എടുത്ത് നമ്മുടെ ഈ സർക്യൂട്ടിലേക്ക് കൊടുക്കാൻ വേണ്ടി നമ്മളിവിടെ ഒരു കണക്ടറും കൂടി കൈ വെച്ചിട്ട് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വയർ ഉപയോഗിച്ച് നമുക്ക് കണക്ടറിൽ നിന്ന് നമ്മുടെ സ്ക്രൂവിലേക്കൊന്ന് കണക്ട് ചെയ്തെടുക്കാം. നമ്മളിവിടെ സ്ക്രൂവിൽ നിന്നുള്ള കണക്ഷൻ നമ്മുടെ കണക്ടറിലേക്ക് കൊടുത്തിട്ടുണ്ട്. പോരാത്തതിന് ഒരു ബലത്തിന് വേണ്ടി നമ്മൾ ഇൻസുലേഷൻ ടാപ്പ് കൊടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം 5 കണക്ഷൻസാണ് ടോട്ടൽ ഉണ്ടാവുക, 5 വയറാണ് ഉണ്ടാവുക. അപ്പോൾ 5 വയറാണ് നമുക്ക് ടാങ്കിൽ നിന്ന് നമ്മുടെ സർക്യൂട്ട് ബോർഡിലേക്ക് പോകേണ്ടത്. അപ്പോൾ ഈ ഒരു സെറ്റപ്പിലാണ് നമ്മൾ ടാങ്കിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നത്. ഈ നീല വയർ നമുക്ക് ഇതിനകത്തേക്ക് കണക്ട് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു നമ്മുടെ സർക്യൂട്ടിനകത്ത് കണക്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ഗൈസ്, നമ്മളിപ്പോൾ ഇവിടെ മോട്ടർ ഓൺ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും 25% ആണിപ്പം നമ്മുടെ ടാങ്കിലെ വെള്ളത്തിൻ്റെ ലെവല്. അപ്പം നമുക്കിനി കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇപ്പോൾ ഇവിടെ 50% ആയിട്ടുണ്ട്. ഗൈസ്, ഇപ്പോൾ ഇവിടെ നമ്മുടെ 75% ലൈറ്റ് തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ സർക്യൂട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ പ്രൊജക്റ്റാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടനടിയായി ലഭിക്കുന്നതായിരിക്കും. അപ്പം അടുത്ത വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.